ഇനി 2 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ നേരം പിണറായി പറഞ്ഞ ഇസ്രയേലിനെതിരെയുള്ള ആരോപണം അത് വെറും വോട്ട് നേടാനുള്ള തന്ത്രമാണെന്ന് തുറന്നടിക്കുകയാണ് KC വേണുഗോപാൽ. കാരണം പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്ക ബാഗുമായി പാർലമെന്റിൽ എത്തിയപ്പോൾ സംഘപരിവാർ അവരെ പരിഹസിച്ചു. ആ നേരമൊന്നും ഒരു ഇടതു സഹയാത്രികരെ പോലും കണ്ടില്ല എന്ന് പറയുകയാണ്. അതായത് KC ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് പണ്ട് മുതലേ ഇസ്രയേൽ വിരോധികളാണെന്നും ഇടതുപക്ഷത്തെ പോലെ പെട്ടെന്നുണ്ടായ ഒരു ബോധത്തിൽ വന്നവരല്ല എന്നുമാണ് പറയുന്നത്. നിലമ്പൂർ ഇലക്ഷനിൽ മറ്റൊരു കോൺഗ്രസ് നേതാക്കളും പറയാത്ത അല്ലെങ്കിൽ പരീക്ഷിക്കാത്ത ഒരു ഇസ്രയേൽ വിരുദ്ധത കാർഡിറക്കി മുസ്ലിം ഭൂരിപക്ഷമുള്ള നിലമ്പൂരിൽ KCയുടെ തകർപ്പൻ നീക്കം നടത്തിയിരിക്കുകയാണ്. പോകുന്ന പോക്കിന് പിണറായിക്ക് ഒരു കൊട്ടും കൊടുത്തു. KCയുടെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. കേരളത്തിലെ സർക്കാർ വഴി പോകുന്നതിനെതിരെല്ലാം കേസെടുക്കുന്ന സർക്കാരല്ലേ? തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ നമ്മളെന്താ കണ്ടത്? ഒരു പാവപ്പെട്ട പട്ടികജാതി സഹോദരിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയി കേസെടുക്കുന്ന കഥ കണ്ടല്ലേ? വഴിയിൽ പോകുന്നവർക്കെതിരെ കേസെടുക്കട്ടെ. അവർ സത്യം വിളിച്ചു പറയുമ്പോൾ അത് അവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയട്ടെ, സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവേണ്ട വിഷയമാണ് പാവപ്പെട്ടവരുടെ പെൻഷൻ. അർഹതപ്പെട്ടവർക്ക് യഥാസമയം സമയാസമയങ്ങളിൽ കിട്ടുന്നതിൻ്റെ സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. അത് പറയുമ്പോൾ ആർക്കെങ്കിലും നോവുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ പറയും. നിലമ്പൂരിലെ മത്സരചിത്രം വളരെ വ്യക്തമാണ്. കേരളത്തിലെ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട്. ആ ജനവികാരം ഉൾക്കൊള്ളുന്ന ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ, ആര്യാടൻ ഷൗക്കത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും. കംഫർട്ടബിളായ മെജോറിറ്റിയോടുകൂടി UDF ഇവിടെ ജയിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവസാനത്തെ കളിയുമായിട്ട് മുഖ്യമന്ത്രിയൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ ഇസ്രയേലിനെതിരായിട്ട് പരാമർശം നടത്തി. നല്ല കാര്യം. പക്ഷേ ആ പരാമർശത്തിനിടയിൽ 1-2 കുത്ത് കോൺഗ്രസിനിട്ട് കുത്താനും അദ്ദേഹം നോക്കി. അത് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പാലസ്തീൻ ജനതയുടെ മോചനത്തിന് വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മഹാത്മാഗാന്ധിയുള്ള കാലം തൊട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രഖ്യാപിതമായ നിലപാടുണ്ട്. അതേതെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്നൊരു നിലപാടല്ല, ഇലക്ഷൻ ഓറിയൻറ്റഡ് നിലപാടല്ല, 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിലപാടല്ല. പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിലപാട് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി ആയാലും രാജീവ് ഗാന്ധി ആയാലും കോൺഗ്രസിൻ്റെ എല്ലാ ഗവൺമെൻറ്റുകളായാലും അത് ഉറച്ചു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ AICC സമ്മേളനങ്ങളിൽ പലസ്തീന് വേണ്ടിയിട്ടൊരു വാചകമില്ലാത്ത ഒരു പ്രമേയവും പാസ്സാക്കിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോഴുണ്ടായ സംഭവത്തിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഏറ്റവും ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആദ്യം രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, 6 മാസം മുമ്പ് ഗാസയിലെ കൂട്ടക്കൊലക്കെതിരായിട്ട് പ്രിയങ്ക ഗാന്ധി ഒരു ബാഗും തൂക്കി പാർലമെൻറ്റിൽ വന്നതിനായിരുന്നു ഇന്ത്യയിലെ സംഘപരിവാർ ട്രോൾ ചെയ്തത്. അന്നൊന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളാരും കണ്ടിട്ടില്ല. പിണറായി വിജയൻ്റെ പാർട്ടിയെയും കണ്ടിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പേ വന്നിട്ടാണ് ഇത് പറയേണ്ടത്. എന്നിട്ട് കോൺഗ്രസിനൊരു കുത്തും. പിന്നെ ആ പറയുന്ന ആളുടെ ആത്മാർത്ഥത കേരള സമൂഹത്തിൽ കണ്ടതാണ്. 2022 ഡിസംബർ മാസം 11-ാം തീയതി ഇസ്രായേൽ കോൺസുലേറ്റ് ജനറലുമായിട്ട് ഇരിക്കുന്ന ചർച്ച എന്തുമാത്രം മനോഹരമായ ചർച്ചയാണെന്നത് അത് സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ ആ പിക്ചർ. ഇസ്രായേലുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ കേരളം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, അതിനെ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതല്ലേ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാന നിമിഷമെങ്കിലും ഒരു 10 വോട്ട് മറിക്കാൻ പറ്റുമോ, എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള അവസരവാദം പറഞ്ഞ് നുണ പറഞ്ഞ് എന്നാണ് അദ്ദേഹം നോക്കുന്നത്. പക്ഷെ അതിവിടെ ചിലവാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വാചകത്തിൽ കൃത്യമായിട്ട്, ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടി ഉണ്ടായതാണെന്ന് ജനങ്ങൾക്കറിയില്ലേ? ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിയ കാര്യങ്ങളെന്താ? ഈ തെരഞ്ഞെടുപ്പ് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഇടതുപക്ഷ സർക്കാരിൻ്റെ നാറുന്ന കഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിൻ്റെ പുറത്തല്ലേ തിരഞ്ഞെടുപ്പ് വന്നത്? പിന്നെ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ആർക്കാണ് ഇവിടെ കഴിയുക? UDFനല്ലേ. UDFന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അവിടെ വോട്ടർമാരുടെ മുമ്പിൽ വേറൊരു ചോദ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. ഞങ്ങൾ വളരെ ക്ലിയറാണ്, വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി UDF ജയിക്കും. പ്രിയങ്ക ഗാന്ധി ജമാഅത്ത് വിഷയത്തിലൊന്നും പറഞ്ഞില്ല എന്നാണ് ഗോവിന്ദ മാഷിന്റെ രാവിലെ ആവർത്തിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ നിലപാടേ ഉള്ളൂ. അതൊക്കെ ഈ അസ്വസ്ഥത കൊണ്ടുണ്ടാകുന്നതാണ്.
ഗോവിന്ദമാഷക്കൊക്കെ ഓരോ ദിവസവും എന്താണ് പറയുന്നതിൽ വ്യക്തമായ ഒരു ചിത്രം കിട്ടാത്തതുകൊണ്ട് പറയുന്നതായിരിക്കും. നിലപാടുണ്ടോ കേരളത്തിൽ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാട്